അമ്മയെ വിളിച്ചിട്ട് പോലും അറിയില്ല. നല്ല ഉറക്ക. നാടകത്തിന് വരാണ്ടിരുന്നത് നഷ്ടമായി കേട്ടോ. നന്നായിരുന്നു. ഈ ഉണ്ണി നമ്മള് വിചാരിച്ച പോലൊന്നല്ല, ഭയങ്കര അഭിനയക്കാരനാ. ഒന്ന് നിർത്താമോ? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഈ ഗോപാലേട്ടനെന്ന് എന്ത് പറ്റി? എനിക്ക് പറ്റിയത് ഇന്നലെ അമ്മയും ഗോപാലേട്ടനും തമ്മില് എന്തെങ്കിലും രസക്കുറവുണ്ടായോ? ഏയ്, വേദന നിന്ന് കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. എന്തേ, അവൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ ഞങ്ങൾ പോയപ്പോ കണ്ട ആളല്ല വന്നപ്പോ. കാലത്ത് എണീറ്റിട്ട് മട്ട് ശരിയല്ല. ആ അതെ, ഇന്നലെ നാടകം കാണാൻ പോകാൻ പറ്റാത്തോണ്ടായിരിക്കും. ചെറുപ്പത്തില് കൽപ്പാത്തിയില് പട്ടന്മാരുടെ ഉത്സവം കാണാൻ വിടാഞ്ഞിട്ട് 3 ദിവസം കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ട് പിണങ്ങി നടന്നോനാ. പിറ്റേ കൊല്ലം കുഞ്ഞമ്മ കൊണ്ടുപോയി ഉത്സവം കാണിച്ച പിന്നെയാ മോറൊന്ന് തെളിഞ്ഞത്. 1 കൊല്ലം നിന്നു ആ പിണക്കം. ആ സ്വഭാവം മാറുവോ? ആഹാ, അത് ശരി. അപ്പൊ അതാണോ കാര്യം? ഞാൻ വെറുതെ പേടിച്ചു. എനിക്ക് ഭയങ്കര വിഷമായി ഗോപാലേട്ടന്റെ മട്ടുമാതിരിയും കണ്ടിട്ട്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ കൂടെ കാർത്തിയാനും കുട്ടി ഉണ്ടായിരുന്നോ? അമ്മായി ഇന്ദിരയും കുഞ്ഞമ്മാനും കൂടി നാടകം കഴിഞ്ഞ ഉടനെ പോന്നു. ഞങ്ങള് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാളും തനിച്ചാ പോന്നത്? ഉണ്ണി എന്തെങ്കിലും പറയാൻ മറ്റുണ്ടായോ? എന്ത്? അല്ല, ചെറുപ്പല്ലേ, പ്രായത്തിന്റെ ചില വീർത്തരങ്ങളൊക്കെ ഉണ്ടാവൂലോ. എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോ മൂത്തോരുടെ കണ്ണ് തെറ്റിയ ചെറിയൊരു എന്തെങ്കിലും ഒരു തമാശ പറയും. അല്ലെങ്കിൽ ഒരു മുട്ടോ തട്ടോ. അയ്യേ, അമ്മ എന്തൊക്കെയാ പറയണേ? ഉണ്ണി അങ്ങനെയൊന്നുമല്ല. നില വിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കൂടെ പോകുന്നു കരുതുന്നുണ്ടോ? മോന്തയ്ക്ക് കടന്നല് കുത്തിയതിന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്. കൊറേ നേരം ആയല്ലോ കുശു കുശു തുടങ്ങിയിട്ട്. ഞങ്ങക്ക് മിണ്ടാനെ പറയാനേ പാടില്ലേ? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്ര ബുദ്ധിയില്ലാത്തതൊന്നുമല്ല. ബുദ്ധി കൂടിയന്റെ കുഴപ്പാ. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. കളിയാക്ക ഇളിക്കണ്ട, എന്റെ കൈ മോന്തയ്ക്ക് വീഴും. പിന്നെ മോന്തയ്ക്ക് എന്നെ നോക്കിക്കൊണ്ടിരുന്ന ചിരി വരില്ലേ? എന്റെ ഉണ്ണി, നമുക്ക് ഉടനെ നാടകം ഒന്നുകൂടെ നടത്തണം. എന്ത് കാശ് ചെലവായാലും വേണ്ടില്ല. അല്ലെങ്കിൽ ചിലരുടെ മുറുമുറുപ്പ് മാറില്ല. ചൂട് കഞ്ഞെടുത്തിയാ മോന്തയ്ക്ക് ഒഴിക്കും. എന്റെ സ്വഭാവം അറിയില്ല എനക്ക്. നാടകം കളിക്കണ്ടല്ലോ എല്ലാവരും ചേർന്ന്. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ? ഓ, നിനക്ക് നൊന്തോ? വേണ്ട, എന്നെ കുരങ്ങളിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുടെയൊക്കെ താളത്തിന് കളിക്കണമല്ല പോവാൻ. അത് മനസ്സിലായിക്കോ? എന്താ എടുത്ത് ഏട്ടൻ ഇങ്ങനെ? എന്തെങ്കിലും ആവട്ടെ, വേണ്ടാത്തവരെ കുടിക്കണ്ട. നീ കഞ്ഞി കുടിക്ക്. എനിക്കും വേണ്ട.
തൈര് എനിക്ക് വേണമേ. കൊണ്ട് പോകണ്ട അവിടുന്ന്. ഒരു പണിയെടുക്കുന്നതിനിടയിലാ മോരും വെള്ളം. ഇതെന്നല്ല കൊത്ത്. അവൻ മോരും വെള്ളം ചോദിച്ചതിന് നിനക്കെന്താ? എന്നോട് വർത്താനത്തിരിക്കണ്ട, പൊക്കോണം അവിടുന്ന്. ഇല്ലേ കിണ്ടി മോരും കൂടെ പുഴ കിടക്കും. കണ്ണും കൈയും കാട്ടാണ്ട് ഇത് പിടിക്കേ. ഓട് പാകായതാണ് കണ്ടില്ലല്ലോ. ഏട്ടന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ഓ, ഇനി ഞാനത് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അറിയാണ്ടറിയാൻ എനിക്ക് തൃക്കണ്ണൊന്നുമില്ല. കൂടുതൽ മുറിയോ വെളി പോ നോക്കി. എന്റെ ഈശ്വര, ഏത് മറ്റേടത്താണ് നിന്റെ കണ്ണ്? ഇതെന്ത് പിറന്നാ മൂച്ച പറഞ്ഞ ഏട്ടനല്ലേ? ഞാനോ? എന്നെ പൊട്ടി. വച്ച് വീക്കിത്തരാൻ എല്ലാവരും എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. എന്താ ഇതിന്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവണില്ല. മോളിതൊന്നും കാര്യമാക്കണ്ട. ഇതൊന്നും സാരല്ല. എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ ഭാഗത്തുനിന്നും ഏട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. അതെ, ഇത്ര ആലോചിച്ച് തലപുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടനും ഏടത്തിയും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ഉണ്ടാവും. അങ്ങനെ വല്ലതും ഉള്ളതായിട്ട് ഏടത്തി വിട്ട് പറഞ്ഞില്ല. ഇതായിപ്പോ നല്ല തമാശ. അവരുടെ കാര്യങ്ങളൊക്കെ ഇയാളോട് പറയാൻ പോവാ. പുറത്താരോടും പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അവർക്ക്. അതൊക്കെ ചോദിച്ച് നാണക്കേട് ഉണ്ടാക്കണ്ട കേട്ടോ. അയ്യോ, സമയം എത്രയെന്നറിയോ? ഞാൻ പോട്ടെ. മാറണമെന്നില്ല. എന്നെ പിച്ചിയും മാന്തും ഒന്നും ചെയ്യാണ്ടിരുന്നാ മതി. അതന്നത്തെ വെപ്രാളത്തിന്. ഇനി പിച്ചയോ മാന്തോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ചേർത്ത് പിടിക്കും. സോഡ വേണോ? വേണ്ട, ഒരു 100 ഒഴിക്കടാ. എന്താ ഗോപാലേട്ടത്? 300 ഇപ്പൊ കഴിച്ചല്ലോ, ഇനി മതി. നീയാണോടാ നിശ്ചയിക്കണേ? കാശ് തരണുണ്ട്. കാര്യം പഴമൊഴിയുണ്ട്. കമ്മാളവന് കടമാണെങ്കിൽ ആന 2, കടമായിട്ടാണെങ്കിൽ ആനയായാലും 2 എണ്ണം ആയിക്കോട്ടെ എന്ന്. ഇത് കടമല്ല, ചോക്കൻ കാശ്. വിടാ. അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. അടയ്ക്കണ്ട. ചാവ് മുഴുവൻ ഞാൻ ഇവിടെ ഇരിക്കാം. ഒഴിക്കേ എടുത്തോളൂ. നീ ഇത് എവിടെയായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടനെ കണ്ടു? ഏട്ടനോടെ പോയി? നീ പോയ പിറകെ അവനെ ഇറങ്ങിയതാ. എവിടെ പോയണാവോ? എടുത്തിയോ? അവളെ അപ്പ തുടങ്ങിയ കരച്ചില്ല. പാവം, ഉച്ചയ്ക്കും ഉണ്ടില്ല, അത്താഴവും കഴിച്ചില്ല. ഇടയ്ക്ക് എപ്പോഴോ വന്ന് വരുമ്പോ വെള്ളം എടുത്ത് കുടിക്കണേ കണ്ടു. എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ നീയും ഇല്ല, ഏട്ടനും ഇല്ല. അവൾ ഇതൊന്നും കാണുകയൊക്കെ ചെയ്ത് ശീലിച്ചിട്ടില്ലേ. നിന്നെ തല്ലണത് കണ്ടതോടുകൂടി അവള് വിറച്ചുപോയി. ചെന്ന് എന്തെങ്കിലും ഒരു സമാധാനം പറയടാ. ഞാൻ എന്ത് പറയാനാ? എന്താ പറയണ്ടേന്ന് പഠിപ്പിച്ചിടാൻ എനിക്ക് പറ്റുമോ? എന്തെങ്കിലും നല്ല 2 വാക്ക്. അത്താഴ ഭക്ഷണം കിടക്കല്ലേ എന്നെങ്കിലും ചെന്ന് പറ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഏട്ടൻ വരുമ്പോ കഴിച്ചോളും. അവൻ എവിടെ പോയി കിടക്കാന്ന് ആർക്കറിയാം? ഇനി വന്നില്ലെങ്കിലോ? ദേ, നീ അവളെ വിളിച്ച് നിങ്ങൾ 2 ആളും ചോറ് വിളമ്പി ഉണ്ണ. നീ പറഞ്ഞ അവള് കേക്കും. ചെല്ലടാ, ചെല്ലാൻ. നേരെ എത്രയെന്നറിയോ? നീ ഞാൻ പറയുന്നൊന്ന് കേക്കുവോ? എടാ ചെല്ലാൻ. എടുത്തി